Hi, this is your Jittu Venugopal. You are watching me on Rainbow Media. പ്രണയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഈ പ്രണയിക്കാത്തൊരു ആരുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ട്രോളുകൾ നന്നായി ഇരുന്ന് വായിക്കലാണ് എൻ്റെ സ്ഥിരം പണി. ആരാധികന്മാരുണ്ടോയെന്ന് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ മീ. എനിക്കറിയില്ല, ആരാധികന്മാരുണ്ടായിരിക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ ജിത്തു വേണുഗോപാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏഷ്യാനെറ്റിലെ സീതാ കല്യാണത്തിലെ അജയ് എന്ന ക്യാരക്ടർ ചെയ്യുന്നു. ഞാൻ ജനിച്ചത് തൃശ്ശൂരിലെ കുറുക്കഞ്ചേരി എന്നുള്ള സ്ഥലത്താണ്. പഠിച്ചിരുന്നത് 1 to 10 JPJ സ്കൂളിലാണ്. പിന്നീട് +1 +2 മോഡൽ ബോയ്സ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചിന്മയ കോളേജിൽ ഡിഗ്രി ചെയ്തു, BBA. അത് കഴിഞ്ഞിട്ട് MBA ഗ്രാജുവേഷൻ ചെയ്തു ടീംസ് ഗ്ലോബൽ വില്ലേജ് അക്കാദമി, തൃശ്ശൂർ തന്നെയാണ്. കുട്ടിക്കാലത്ത് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഒരു കലാബോധം എന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അവരവരുടെ അഭിനയത്തിനോട് ഒരാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആക്ടിങ്ങിൽ. സോ അതങ്ങനെ മെല്ലെ മെല്ലെ ഉയർന്നു. പിന്നെ മോഡലിംഗ് ഫീൽഡിലൊക്കെ ആയിരുന്നു. സോ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ചാൻസുകൾ തേടി അലയിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു 4 വർഷം മുമ്പ് സൺ TV-യിൽ ഹീറോ ആയിട്ട് ജോയിൻ ചെയ്തത്. ആതിര എന്നുള്ള സീരിയലിലെ ഹീറോ ആയിരുന്നു. അങ്ങനെ തമിഴിലൊരു പേര് കിട്ടാൻ സാധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ സീതാ കല്യാണം എന്നുള്ളൊരു ഓഫർ വന്നത്. അതിന് മുകളിൽ ഒരു മൂവി ചെയ്തു. മൂവി ഗോണ റിലീസ് ചെയ്തു. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ഫോട്ടോ എവിടെ പോയാലും ഒരാൾ ഫോട്ടോ നിൽക്കണമെങ്കിൽ അതിന് പോസ് കൊടുക്കലാണ് എൻ്റെ പണിയായിരുന്നത്. അങ്ങനെ ഫോട്ടോഗ്രാഫി ഭയങ്കര ക്രേസ് ആയിരുന്നു. അങ്ങനെയാണ് കുറച്ചാൾ മോഡലിംഗ് ഫീൽഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫി, അങ്ങനെ ഫോട്ടോസ് കണ്ടിട്ടാണ് അന്നത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പ് ഓർക്കൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഓർക്കൂട്ടിൽ കണ്ടിട്ടാവണം ഒരു ആളെന്നെ വിളിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ഫസ്റ്റ് എൻ്റെ മൂവിയിലേക്ക് ഐ തിങ്ക് എൻ്റെ 21ാം വയസ്സിലാണ് ആ മൂവിക്ക് വിളിക്കുന്നത്. അത് എന്താ വെച്ചാൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള കുറച്ച് കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നുപോയി. പിന്നെ എന്താ പറയുക, ഫീൽഡിനോട് കുറച്ച് ഇങ്ങനെ എന്തായിരിക്കും ലൈഫ് എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഇനിയിപ്പോൾ എനിക്ക് മുന്നേറാൻ സാധിക്കുമോ, ഇനിയിപ്പോൾ എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് വീണ്ടും അതോടുള്ള ഇൻട്രസ്റ്റുള്ള പിന്നെ BBA ചെയ്തു. BBA കഴിഞ്ഞ് MBA ജോയിൻ ചെയ്യുന്ന മുമ്പായിരുന്നു ഇങ്ങനൊരു സീരിയലിനെ പറ്റി എനിക്കൊരു ഇൻഫോർമേഷൻ തന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, പ്രൊഡക്ഷൻ കൺട്രോൾ ഗിരീഷ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത്. ഒരു ഓഡീഷനായിരുന്നു. ഡയറക്ടറുമായിട്ട് മീറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ഡയറക്ടർ എന്നോട് ആവശ്യപ്പെട്ട് നന്നായി തമിഴ് പറയാൻ അറിയുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ കുറച്ചാൾ കോയമ്പത്തൂരൊക്കെ ഉണ്ടായിരുന്ന ടൈമിലായതുകൊണ്ട് അതെനിക്ക് കംഫർട്ടബിളായി. അങ്ങനെയാണ് എന്നെ ഓഡീഷനെ സെലക്ട് ആവുന്നത്. ആദ്യം തമിഴ് സീരിയൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ എല്ലാവർക്കും അറിയായിരിക്കും. CJ ഭാസ്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫേമസ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ സീനിയർ ഡയറക്ടറാണ്, എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരൻ ഒരുപാട് നല്ല നല്ല സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ചിറ്റി, അഞ്ജലി അങ്ങനെയുള്ള സീരിയലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് വേറെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗസ്റ്റ് റോൾ അപ്പിയറൻസ് ആയിട്ടാണ് വന്നത്. ഒരു 3 ദിവസത്തെ ഷൂട്ടുള്ള ഒരു ഷെഡ്യൂൾ 3 ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു റോളായിരിക്കും. ഷോട്ട് റെഡി ആകുമ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയമായിരിക്കും. കാരണം വെച്ചാൽ ഇത്ര വലിയ ആളുടെ മുമ്പിൽ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ ഫേസ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും പേടിയായിരുന്നു. പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മെജോറിറ്റി മലയാള ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ മാത്രമല്ല ഇത്ര വലിയൊരു ഡയറക്ടർ. അങ്ങനെ ആ 3 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഭാഗ്യവശാൽ വീണ്ടും അതിൽ തന്നെ എന്താ പറയുക, വീണ്ടും ഒരു ക്യാരക്ടറും കൂടി അതിൽ ആഡായി ഡബിൾ റോളായിട്ട് എനിക്കൊരു ക്യാരക്ടർ വന്നതിൽ. അങ്ങനെ ഭൂപതി എന്നുള്ള ക്യാരക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ ഷെഡ്യൂൾ 3 ദിവസം ഷൂട്ടിന് ശേഷം പിന്നെ എനിക്ക് കിട്ടിയത് ആ ക്യാരക്ടർ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കലായിരുന്നു. പിന്നെ അത് ചക്രവർത്തി എന്നുള്ള ക്യാരക്ടറായി. അങ്ങനെ ഷെഡ്യൂൾ ഫുള്ളായി അതിൽ ഹീറോയായി മാറുകയാണ്. അതാണ് എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. അതിനുശേഷം സൺ TV-യിലെ വർക്കിന് ശേഷം തമിഴ്നാട്ടിലെ സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ ഇടയിൽ ഒരു പേര് എനിക്ക് കിട്ടി. എന്ന് വെച്ചാൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പേര് എനിക്ക് കിട്ടാൻ സാധിച്ചു. അതിന് തമിഴ് പ്രേക്ഷകരോട് നന്ദി പറയണം. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഇൻഡസ്ട്രിയാണ് തമിഴ് സീരിയൽ ഇൻഡസ്ട്രി. സോ അതിന് CJ ഭാസ്കറിനോട് നന്ദി പറയുന്നു. പ്രൊഡക്ഷൻ റോൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന പ്രൊഡക്ഷൻ റോൾ ഞാൻ നന്ദി പറയുന്നുണ്ട്.
സോ അങ്ങനെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സീരിയൽ കഴിഞ്ഞിട്ടൊരു 2.5 വർഷമായി കാണും സൺ ടി വിയിൽ. അതിനുശേഷമാണ് ഞാനൊരു മലയാളം മൂവി ചെയ്തത്, സ്നേഹക്കൂട്. സോ അതൊരു 1.5 ഇയർ ആയി. അത് നെക്സ്റ്റ് മന്ത് റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിലാണ് ഞാൻ ഒമാനിലായിരുന്നു, ഫാമിലിയെല്ലാം അവിടെ സെറ്റിലാണ്. സോ അവരെ കൂടെ കുറച്ചാളെന്ന്. അതിന് ശേഷം ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു സീതാ കല്യാണത്തിൻ്റെ ഡയറക്ടർ സുനിൽ സാർ എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത്. സീതാ കല്യാണം സീരിയൽ എൻ്റെ കരിയറിലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. എന്ന് വെച്ചാൽ അജയ് എന്നുള്ള ക്യാരക്ടർ, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജേശ്വരി എന്ന പണക്കാരിയ ഒരു സ്ത്രീയുടെ 2ാമത്തെ മകനാണ് അജയ്. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയനും അല്ല കുഴിമടിയനാണ്. പുള്ളിക്കാരന് ക്യാഷും പണമുള്ള എല്ലാം ഭയങ്കര അഹങ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ കുറച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ കറക്റ്റാന്ന് പറയാം. എന്ന് വെച്ചാൽ ഐ ഫെൽറ്റ് ദ ക്യാരക്ടർ ഈസ് കംഫർട്ടബിൾ ഫോർ മീ. സോ എനിക്ക് ചെയ്യാൻ വേണ്ടി വന്ന അതേ ഒരു ക്യാരക്ടർ അജയ് എന്നുള്ള ക്യാരക്ടർ. സോ ഞാനത് നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്, അജയ്. സീതാ കല്യാണം ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വന്ന ടൈമിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ റേറ്റിങ്ങിൽ കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സീരിയൽ. അപ്പോൾ ഞങ്ങൾ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഈ സീരിയൽ ഇനി എങ്ങനെ മുന്നോട്ട് പോവും, എവിടം വരെ എത്തും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്കായാലും, ഓരോ ക്യാരക്ടേഴ്സിനും ഡയറക്ടറിനായാലും ഒരു പേടിയുണ്ടായിരുന്നു. സോ ക്യാരക്ടർ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കും എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പോൾ ഒരു ക്യാമ്പസ് ലൈഫായിരുന്നു എനിക്ക് ഇതിൽ. പിന്നെ അതിനുശേഷം ക്യാമ്പസിലൊരു ലവർ, പുള്ളിക്കാരത്തി പ്രഗ്നൻ്റ് ആവുന്നു. പുള്ളിക്കാരി ചേച്ചിയാണ് ഇതിലെ ടൈറ്റിലുള്ള സീത എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. പുള്ളിക്കാരത്തിയും ഞങ്ങൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റും സ്ട്രഗിളിങ്ങും ഒക്കെ ഉണ്ടാകുന്നു, വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പിന്നെ എൻ്റെ അമ്മ രാജേശ്വരി, രാജേശ്വരി ചെയ്യുന്നൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, രൂപശ്രീ മാഡമാണ് ചെയ്യുന്നത്. രൂപശ്രീ മാഡം സീത, ധന്യമേരി വർഗീസ് രണ്ടുപേരും നമ്മളുടെ സ്ട്രഗിളിംഗ് ആണ് മെയിനായിട്ട് ഈ സീരിയൽ കാണിക്കുന്നത്. അതുപോലെ എൻ്റെ ചേട്ടൻ കല്യാൺ, സീതയുടെ പേർ, എൻ്റെ പേരായിട്ട് വരുന്നത് സ്വാതി, റെനീഷാണ്. അങ്ങനെ നല്ലൊരു ഇപ്പോൾ മൊത്തം എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെ പറയാം സീതാ കല്യാണം, തീർച്ചയായും. ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഈ സീതാ കല്യാണം കംപ്ലീറ്റ് ചെയ്യണം. നല്ല മനസ്സോടുകൂടി തന്നെ ഞാൻ അത്രയും ആഗ്രഹിച്ച് കംഫർട്ടബിളായി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഈ അജയ് എന്നുള്ളത്. സോ തമിഴ് മൂവിയാണ് എൻ്റെ ഡ്രീം പ്രൊജക്റ്റ്. ഇപ്പോൾ തമിഴ് മൂവി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നൊരു മൂവി ഞാൻ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. സോ അത് ചെയ്യണം, എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ്. എന്നിട്ട് ഓഫറുകൾ വരുന്നുണ്ട്, പക്ഷേ ഈ ഇതൊരു ഷെഡ്യൂൾ ബ്രേക്കിനും ഇനി ബ്രേക്കിനിടയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ വന്നാൽ എന്തെങ്കിലും ചെയ്യും. സെറ്റിലുള്ള എല്ലാവരും എന്ന് വെച്ചാൽ നല്ല കമ്പനിയാണ്, എക്സ്പെഷ്യലി ഡയറക്ടർ സുനിൽ സാറും എല്ലാവരോടും പെരുമാറുന്ന രീതിയും ഒരു ഡയറക്ടറും ആക്ടറും എന്നുള്ളൊരു ഒരു എന്താ പറയുക, ഒരു വ്യത്യാസമില്ല. ഇവിടെ എല്ലാവരും ഓൾ ദ ക്രൂ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയാണ്, എൻജോയ്മെൻറ്റ്, ജോളിയാണ് എല്ലാവരും തമ്മിൽ. അപ്പോൾ അങ്ങനൊരു നമുക്ക് ബെറ്റർ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റ് നമ്മൾ അങ്ങനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആ യൂട്ടിലൈസേഷനാണ് ഞങ്ങൾ ഹാപ്പി ആവുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാവർക്കും ബെറ്ററായൊരു സ്ക്രിപ്റ്റും ഞങ്ങൾക്ക് കിട്ടി, അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നൊരു കാര്യമാണ്. അച്ഛൻ ബിസിനസ്സാണ്, ഒമാൻ ഹെയിലാണ്. പുള്ളിക്കാരൻ ഓൺ ബിസിനസ്സാണ്. ഇപ്പോൾ അമ്മയും അവിടെയുണ്ട്. ചേട്ടൻ ആർക്കിടെക്ട് ഡിസൈനറാണ്. ചേച്ചി മാരേജ് കഴിഞ്ഞു, അവിടെ സെറ്റിലാണ്. ഇപ്പോൾ കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഞാനിപ്പോൾ ഈ സീരിയലിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിലെ വീട്ടിലിപ്പോൾ ഉണ്ട്. പിന്നെ അച്ഛനമ്മ ഇപ്പോൾ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ ഇടയ്ക്ക് വരും, 3 മാസം കൂടെ വരും. വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊന്ന് ലൈഫിൽ സെറ്റായിട്ടൊന്ന് വിവാഹത്തിലേക്ക് ചിന്തിക്കണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. ഇപ്പം നമ്മൾക്ക് കിട്ടിയൊരു പ്രൊജക്റ്റ് അത് എങ്ങനെയും നന്നായി ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഇപ്പോൾ തൽക്കാലമുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പിന്നെ അത്ര ഏജൊന്നും ആയിട്ടില്ല കേട്ടോ എനിക്ക്. പ്രണയം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഈ പ്രണയിക്കാത്തൊരു ആരുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ക്യാമ്പസിൽ പ്രണയം ഉണ്ടായിരുന്നു, കോളേജ് ലൈഫിലൊക്കെ പ്രണയിക്കാത്തൊരു ആരുമില്ല. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായിരിക്കാം
എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കാം ആ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു ഇത് തോന്നുമായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ സ്വാഭാവികമായിട്ട് മാറണം. വി ഹാവ് ടു ഡു. സോ പ്രണയം എന്തായാലും റിയൽ ലൈഫിൽ പോലെ തന്നെ നമ്മൾ ആ ക്യാരക്ടർ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും. ഫാഷൻ കോൺസെപ്റ്റ് എല്ലാവരുടെ പോലെ തന്നെ ഡ്രസ്സ് കളക്ഷൻ എനിക്ക് കുറേ ഉണ്ട്. ഡ്രസ്സ് പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ നല്ല നല്ല കളർ ഡ്രസ്സുകൾ, അതിപ്പോൾ എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ, ബ്ലാക്ക്, റെഡ്. ഇതെൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ 3 കളർ എന്ന് പറഞ്ഞാൽ. ഷർട്ടാണ് കൂടുതലും ഇഷ്ടം. ടീഷർട്ട്സ് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇടാറ്. പിന്നെ അതിന് പറ്റിയ പാൻസ് യൂഷ്വലി ബ്ലാക്ക് പാൻ്റാണ് ഇടാറ്. പിന്നെ ഫ്രണ്ട്സായിട്ട് കൂടുതലും ഇങ്ങനെ കറങ്ങി നടക്കുക, മാൾസ് കയറി നടക്കുക. എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെ പോലെ തന്നെ കറങ്ങി നടക്കലാണ് പണി. ഹോബീസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടിൽ പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പ്ലേ സ്റ്റേഷനിൽ നിന്ന് കളിക്കാനാണ് സ്ഥിരം പണി. പിന്നെ മെയിനായിട്ട് മൂവീസ് കാണാം. ചില മൂവീസൊക്കെ ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് ചില ആക്ടേഴ്സ്. അപ്പോൾ മൂവീസ് നന്നായി കാണാറുണ്ട്. പിന്നെന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല സോങ്, നല്ല വോളിയം കേട്ടിട്ട് വണ്ടിയിലിട്ട് പടക്കുക. ഇതാണ് എൻ്റെ സ്ഥിരം പണി. ഇതൊക്കെയാണ് ഹോബീസ്, മെയിൻ ഹോബീസ്. ട്രാവലിംഗ് മോഡ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരം സ്റ്റാറ്റസ് ഇടുന്ന ഇപ്പോഴത്തെ ജനറേഷൻ്റെ പോലെ തന്നെയാണ് ഞാനും. ട്രാവലിംഗ് ഇപ്പോൾ നാട്ടിലൊക്കെ, ഇവിടെ കേരളത്തിലങ്ങനെ കുറവാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകലൊക്കെ. ബാംഗ്ലൂർ, ചെന്നൈയാണ് കൂടുതലും പോകാറ്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുമുള്ള കാര്യങ്ങളൊക്കെ ചെന്നൈ, ബാംഗ്ലൂർ ഇവിടേക്കാണ് പോകാറ്. അത് ഇപ്പോൾ ഹോളിഡേയ്സിലാണ് കൂടുതലും ട്രാവലിംഗ് പോകാറുള്ളത്. ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവ് ഭയങ്കര ക്രേസാണ്. അതിപ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോങ് നല്ല വോളിയം കൂട്ടിയിട്ട് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല എന്നുള്ള രീതിയിൽ പുറമുള്ളതൊന്നും ശ്രദ്ധിക്കില്ല. പാട്ട് കേട്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. അത് എത്ര ലോങ് ആയാലും കുഴപ്പമില്ല. അതിൽ കൂടെ വലിയൊരു വേണം, ഫ്രണ്ട്സ് ആരെങ്കിലും വേണം കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു ലോങ് ഇട്ട് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ആദ്യം ഓടിച്ച് പഠിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒമ്മിനിയാണ്. അച്ഛനും ഒമ്മിനി ഉണ്ടായിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നത്. അങ്ങനെ ഇയേഴ്സായി, ഒരു 10-12 വർഷമായി. അത് കഴിഞ്ഞിട്ടാണ് ലൈസൻസ് എടുക്കുന്നത് തന്നെ. വീട്ടിലെ ആദ്യത്തെ വണ്ടി ഇൻഡിഗോ, ഇപ്പോഴും ഉണ്ട് ഇൻഡിഗോ. ഇനിയിപ്പോൾ എൻ്റെ റീസെൻ്റ് എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ നെക്സോണാണ്. അത് വീട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര ഇഷ്ടമാണ് ടാറ്റയുടെ വണ്ടികളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡ്രീം കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുമെന്നറിയില്ല, BMW X6 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അത് ഇനി എടുക്കാൻ പറ്റുമെന്നറിയില്ല, ആഗ്രഹിക്കുന്നു. പിന്നെ സീക്രട്ട്, ഒന്നാമത് എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പുറത്ത് ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പതിവായി കഴിക്കാറുണ്ട്. എക്സ്പെഷ്യലി KFC ചിക്കൻ. അതെൻ്റെ ഫ്രണ്ട്സിന് നന്നായി അറിയാം. അവരെന്നെ കളിയാക്കാറുണ്ട്, നീ പുറത്ത് പോയി തീറ്റ മാത്രമല്ലോ, നീ എന്തെങ്കിലും ഒരു ദിവസം പണി കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവിക ഇപ്പോൾ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ എന്തായാലും അവർക്ക് കുക്ക് ചെയ്യാൻ മടിയായിരിക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അറിയില്ല. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് അടി കുറച്ച് കൂടുതലാണ്. അങ്ങനെ വീട്ടുകാർ കൂടുതൽ ടൈമും അവിടെയാണല്ലോ, ഒമാനിലാണ്. സോ നാട്ടിലുള്ളപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനാണ് പണി. അങ്ങനെ കുറച്ച് ഫാറ്റ് ആയിരുന്നു. ഇപ്പോൾ ഫിറ്റ്നസ് എനിക്കൊരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ജിമ്മിന് പോവാം. ഇപ്പോൾ ഒരു 2 വീക്കായിട്ട് ജിമ്മിന് പോകുന്നുണ്ട്. ഇപ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം ഇപ്പോൾ ജിമ്മിന് പോയിട്ട് അങ്ങനെ സമയം കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഫ്രണ്ട്സാണ് കൂടുതലും എനിക്കൊരു ബലം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മൂലം ഒരുപാട് റിയൽ ലൈഫിലെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ എക്സ് ലവറിൻ്റെ കേസായാലും എന്തായാലും എങ്ങനത്തുള്ള ഇതായാലും ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കേസിൽ. ഇപ്പോൾ ഈ എൻ്റെ ആക്ടിങ് ഇൻട്രസ്റ്റും ഇതിനോടുള്ള ഒരു സിമ്പതിയൊക്കെ അവരോട് ഞാൻ പറയാറുണ്ട്. അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെ. ഇപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ആയിരുന്ന ടൈമിലും നിന്ന് പോയ ടൈമിലും ഇൻഡസ്ട്രിയിൽ വരാൻ സാധിക്കാത്ത ടൈമിലും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നതൊക്കെ അവർ തന്നെയാണ്.
ആരാധികന്മാരുണ്ടോയെന്ന് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ മീ. ആരാധികന്മാർ എനിക്കറിയില്ല, ആരാധികന്മാരുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഹങ്കരിച്ച് പറയുകയാണെന്ന് വിചാരിക്കും. ഉണ്ടായിരിക്കാം. മെസ്സേജസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ കുറേ പേര് ട്രോളുണ്ട്, നല്ല അന്തസ്സായിട്ട് ട്രോളുണ്ട്. പക്ഷേ നെഗറ്റീവായിട്ട് ട്രോളൊന്നുമില്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് ട്രോൾ. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ട്രോളുകൾ നന്നായി ഇരുന്ന് വായിക്കലാണ് എൻ്റെ സ്ഥിരം പണി. കാരണം വാട്സപ്പിൽ ഒരുപാട് പല പല സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ട്രോളുകൾ വരുമ്പോൾ ഇരുന്ന് ചിരിക്കാറുണ്ട്, എക്സ്പെഷ്യലി വീഡിയോ ക്ലിപ്സ്. അപ്പോൾ ട്രോള് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോളിന് തന്നെ ഒരു നല്ല കാര്യമല്ല. കാരണം വെച്ചാൽ ട്രോളിലൂടെ നാട്ടുകാർ അറിഞ്ഞവരും പല സെലിബ്രിറ്റീസ് ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോൾ ട്രോൾ ഉണ്ടാക്കുന്നവരെയാണ് ഹാറ്റ്സ് ഓഫ്, അവരെ സമ്മതിക്കണം. എങ്ങനെ ഇരുന്ന് ഉണ്ടാക്കണം, ഓരോരോ ചെറിയ കാര്യങ്ങൾക്കും വലിയ വലിയ ട്രോളുകൾ വരാറുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ഈ ട്രോൾ എന്ന് പറയുന്നത്. ലൈഫിൽ വളരെ സന്തോഷം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ബ്ലഡ് മൊത്തം ആക്ടിങ് ആയിട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നൊരു ആളാണ് ഞാൻ. ആക്ടിങ് അങ്ങനൊരു ആക്ടിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ ഭയങ്കര എന്താ പറയുക, ആളുകളെ അവരുടെ മനസ്സിൽ ഭയങ്കര ഇമ്പ്രസീവ് ആയിരിക്കണം ഞാനെന്നുള്ള വ്യക്തി, ഞാൻ ചെയ്യുന്ന മൈ വർക്ക്, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ആളുകൾ ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിക്കുന്നൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും, അതിപ്പോൾ സീരിയലാവട്ടെ സിനിമയാവട്ടെ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആയി. ഇപ്പോൾ ഉദാഹരണം തന്നെ പറയും, സീതാ കല്യാണത്തിൻ്റെ സക്സസ് എനിക്ക് വളരെയധികം ഞാൻ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. ആ നിമിഷം ഇപ്പോൾ റേറ്റിംഗ് നമ്പർ 1 തന്നെയാണ് സീതാ കല്യാണം. അപ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടും പറയാം. നല്ല സന്തോഷം തന്ന ഒരു നിമിഷം തന്നെ പറയാം, ഇത് തന്നെയാണ്. ദുഃഖം ഉണ്ടാക്കിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു സന്തോഷം ദുഃഖം എന്തായാലും റിയൽ ലൈഫിൽ വന്നിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടായ നിമിഷം ഞാൻ പറയാം. എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, അതായത് ഡിഗ്രി കഴിഞ്ഞ് MBA ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഇൻഡസ്ട്രിയിൽ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ചാൻസിന് വേണ്ടിയിട്ട്. എന്ന് വിചാരിച്ച ഓഡീഷനൊന്നും ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. അന്ന് കുറച്ച് ലേസി ആയിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്ത്, സാറേ എനിക്ക് ഇങ്ങനൊരു ചാൻസ് വേണം, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വേണം എന്നൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കാറൊക്കെ ഇല്ല. അത് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞിട്ടും കിട്ടാതെ വരുന്നൊരു ടൈമിൽ വീട്ടിൽ നിന്നൊരു ഒരു ചോദ്യം വന്നില്ല, ഇനി അടുത്ത് എന്ത്, വാട്ട് നെക്സ്റ്റ്. അപ്പോൾ ഇനി ജോബിന് പോകണില്ലേ. സ്ഥിരം വീട്ടുകാരും മക്കളും തമ്മിലുണ്ടാകുന്ന സ്ട്രഗിളിൽ തന്നെ എനിക്കൊരു വിഷമം. കാരണം വെച്ചാൽ, ഇനി നീ ജോബിന് കയറി, ഇനി അത് മതി, അധികം കളിച്ച് നടക്കണ്ട, ഈ ഫീൽഡിൽ അതിന് തലവര വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു ടൈം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് നന്ദി പറയണം. കാരണം വെച്ചാൽ, ഇത്രയും വലിയ ഒരു മെഗാ സീരീസ് സീതാ കല്യാണം സ്റ്റാർട്ടിങ് തന്നെ ഒരു ചെറിയൊരു ഭയത്തോടെയായിരുന്നു മുന്നോട്ട് നീങ്ങിയിരുന്നത്, റേറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതില്ല. ഇപ്പോൾ അതൊരു ഹൈ ലെവൽ വന്ന് നിൽക്കുകയാണ്. എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്ന സീരിയലിനോടുള്ള നല്ലൊരു സമീപനം തന്നെയാണ് ഇതിൻ്റെ സക്സസ്. സോ ഇതിന് ഞാനിപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും ബിഹൈൻഡ് ദ സെറ്റ്, ഹോൾ ദ ടീം, എൻ്റെ ടീം മൊത്തമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്, എല്ലാവരോടും നന്ദി പറയുകയാണ്. സോ വീണ്ടും ഇരുന്ന് കാണാം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എന്നും രാത്രി 9:30, ഇപ്പോൾ 9 മണി മാറ്റിപ്പോൾ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈം ടൈമാണ്. എല്ലാവരും ഇരുന്ന് കാണാം, അനുഗ്രഹിക്കുക. നന്ദി.